സുഖരൂപ സുഖമറിവാൻ ഉള്ളറിവായിട്ടകമി വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ഗിരിദീപം പോലെ മനനം ചെയ്യും മനതാരിൽ താൻ ഗിരിദീപം പോലെ മായാമറയെ മാറ്റി മനസ്സ ചൂവി നൽകുന്നു മാനസ ശോഭയെ നൽകുന്നു മായാമറയെ മാറ്റി മാനസ ശോഭയെ നൽകുന്നു മാനസ ശോഭയെ നൽകുന്നു ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ അധിവാസത്താൽ ആനന്ദം കാണാം അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം അതിനായ ആത്മാവതാരത്തോടൊത്തു വസിക്കണം എന്നും ഒത്തുവസിക്കണം അതിനായ ആത്മാവതാരത്തോടൊത്തു വസിക്കണം എന്നും ഒത്തുവസിക്കണം ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ നശ്വരമായതിൽ ഈശ്വരാ
വരാതെ നിശ്ചലമാനസരായി നശ്വരമായതിൽ ഇച്ഛ വരാതെ നിശ്ചലമാനസരായി സത്യമതിൽ സ്ഥിരം ഒത്തുവസിച്ചാൽ നിത്യാനന്ദം താൻ എന്നും നിത്യാനന്ദം താൻ സത്യമതിൽ സ്ഥിരം ഒത്തുവസിച്ചാൽ നിത്യാനന്ദം താൻ എന്നും നിത്യാനന്ദം ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ. ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ ആരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവേ കാത്തുകൊള്ള ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ ആരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവേ കാത്തുകൊള്ള ശുഭാനന്ദ ഗുരുദേവൻ ആശ്രിതർക്കാധാരമല്ലോ ആശ്വാസസ്വരൂപനല്ലോ ആനന്ദപ്രധാനനല്ലോ ശുഭാനന്ദ ഗുരുദേവൻ ആശ്രിതർക്കാധാരമല്ലോ ആശ്വാസസ്വരൂപനല്ലോ ആനന്ദപ്രധാനനല്ലോ അജ്ഞതയാമന്ധകാരം പാടെ നീക്കും മണിദീപം വിജ്ഞാനരശ്മി ചൊരിയും ജ്ഞാനസൂര്യനല്ലോ ദേവൻ അജ്ഞതയാമന്ധകാരം പാടെ നീക്കും മണിദീപം വിജ്ഞാനരശ്മി ചൊരിയും ജ്ഞാനസൂര്യനല്ലോ ദേവൻ രോഗപീഠയാൽ വലയും രോഗികൾക്കഖില ഭൂമി ക്ഷേമമേകും ദിവ്യൗഷധം നൽകിടുന്നൊരെന്റെ ദേവ രോഗപീഠയാൽ വലയും രോഗികൾക്കഖില ഭൂമി ക്ഷേമമേകും ദിവ്യൗഷധം നൽകിടുന്നൊരെന്റെ ദേവ ഏഴയാകും ഈ അഗതി ഭൂതകാല ചെയ്ത പാപം ആ പിതാവെ നീ പൊറുത്തു ഭാവുകം നൽകിയിടണമേ ഏഴയാകുമീ അഗതി ഭൂതകാലി ചെയ്ത പാപം ആ പിതാവെ നീ പൊറുത്തു ഭാവുകം നൽകിയിടണമേ ഖേദഭാരാൽ നിൻ സവിധേ ആശ്രയിക്കുവീഴയിൽ ശാന്തി പരിപൂർണമം ശ്രീപാദപത്നി ചേർത്തുകൊള്ളുക ഖേദഭാരാൽ നിൻ സവിധേ ആശ്രയിക്കുവീഴയെന്നെ ശാന്തി പരിപൂർണമം ശ്രീപാദപത്നി ചേർത്തുകൊള്ളുക ഭൂവിലും നീ നിരന്തരം
സുന്ദരം സർവലോക സൃഷ്ടിയിലും പിന്നിലും നിറഞ്ഞിടുന്ന സർവശക്തൻ തമ്പുരാനെ ഭൂവിലും നിരന്തരം സർവലോക സൃഷ്ടിയിലും പിന്നിലും നിറഞ്ഞിടുന്ന സർവശക്തൻ തമ്പുരാനെ പാപം ശാപം ജാതി സ്പർദ്ധ ആദിയാം ദുർമാരിയെല്ലാം ഞാൻ അഗ്നിയിൽ ഹോമിത്തൊഴേ ആശ്വാസത്തെ നൽകി നാഥൻ പാപം ശാപം ജാതി സ്പർദ്ധ ആദിയാം ദുർമാരിയെല്ലാം ഞാൻ അഗ്നിയിൽ ഹോമിച്ചൊഴിച്ചാശ്വാസത്തെ നൽകി നാഥൻ ആത്മബോധോദയത്തിൻ്റെ സനാതന ജയക്കൊടി മാനസിക ശോഭിതമായി ഭൂതലത്തിലെന്നും ദേവ ആത്മബോധോദയത്തിൻ്റെ സനാതന ജയക്കൊടി ലാലസിക്ക ശോഭിതമായി ഭൂതലത്തിലെന്നും ദേവ ഇഴകളോടങ്ങേക്കുള്ള അളവറ്റ രാഗത്തിനായി ഭക്തിയോട് നന്ദി ചൊല്ലി പൊന്നുനാമം വാഴ്ത്തുന്നു ഞാൻ ഇഴകളോടങ്ങേക്കുള്ള അളവറ്റ രാഗത്തിനായി ഭക്തിയോടെ നന്ദി ചൊല്ലി പൊന്നുനാമം വാഴ്ത്തുന്നു ഞാൻ ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ പാരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവെ കാത്തുകൊള്ളുക ദൈവമേ ശുഭാനന്ദമേ സർവലോക സൃഷ്ടിതാവേ പാരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവെ കാത്തുകൊള്ളുക പാരിലെങ്ങും പ്രശോഭിക്കും ഭൂനിലാവെ കാത്തുകൊള്ളുക ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം കായാമ്പൂമേനിയെ ഉൾക്കാമ്പിൽ കണ്ടപ്പോൾ കാടെല്ലാം മാറി ഞാൻ ആനന്ദിക്കും കാടെല്ലാം മാറി ഞാൻ ആനന്ദിക്കും ഉൾക്കണ്ണ കാനനം തോറും പോയി മാടുകളെ മേയ്ച്ച കാലങ്ങളിപ്പോൾ അനുഭവമായി കാനനം തോറും പോയി മാടുകളെ മേയ്ച്ച കാലങ്ങളിപ്പോൾ അനുഭവമായി മാടുകളാകുന്ന മർത്യന്റെ മാനസം മാടുകളാകുന്ന മർത്യന്റെ മാനസം കാനനമാണെന്നു കണ്ടിടുന്നു ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം ഉൾക്കണ്ണ
മാനസക്കാടുകൾ വെട്ടിത്തകർത്തിട്ട് മാനസശോഭയിൽ വാഴും കണ്ണൻ. മാനസക്കാടുകൾ വെട്ടിത്തകർത്തിട്ട് മാനസശോഭയിൽ വാഴും കണ്ണൻ. അന്ധതയാകുന്ന അന്ധകാരം നീക്കി, അന്ധതയാകുന്ന അന്ധകാരം നീക്കി അന്തരംഗേ കളിയാടും കണ്ണൻ. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ അന്ത്യയുഗത്തിലെ സത്യത്തെ ആത്മാവിൽ ബോധ്യപ്പെടുത്തുവാൻ വന്നുദിച്ചു. അന്ത്യയുഗത്തിലെ സത്യത്തെ ആത്മാവിൽ ബോധ്യപ്പെടുത്തുവാൻ വന്നുദിച്ചു. ബോധമുണ്ടാകുമ്പോൾ ഭേദബുദ്ധി പോയി, ബോധമുണ്ടാകുമ്പോൾ ഭേദബുദ്ധി പോയി ഏകോപിച്ചാനന്ദമായി വാഴാം. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, കണ്ടേൻ ഞാനെൻ ഗുരുരൂപം. എൻ്റെ ആത്മസ്വരൂപമായി വാഴും രൂപം, അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എൻ്റെ അകതാരിലുരുവായി വാഴും രൂപം. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, എൻ്റെ ആത്മസ്വരൂപമായി വാഴും രൂപം, അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എൻ്റെ അകതാരിലുരുവായി വാഴും രൂപം. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം. ആദിയന്ത്യത്തോളമെന്നുമെന്നുമെന്നും ഒരു നാശമില്ല പരമാത്മരൂപം. ആദിയന്ത്യത്തോളമെന്നുമെന്നുമെന്നും ഒരു നാശമില്ല പരമാത്മരൂപം. വേദത്തിൻ കാതലാം പത്മരൂപം, സർവഭേദബുദ്ധി തീർക്കും ശുഭരൂപം. വേദത്തിൻ കാതലാം പത്മരൂപം, സർവഭേദബുദ്ധി തീർക്കും ശുഭരൂപം. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, എൻ്റെ ആത്മസ്വരൂപമായി വാഴും രൂപം, അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എൻ്റെ അകതാരിലുരുവായി വാഴും രൂപം. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം.
സത്യസ്വരൂപന്റെ നിത്യരൂപം എന്റെ ചിത്തത്തിൽ മിന്നും പ്രകാശരൂപം. സത്യസ്വരൂപന്റെ നിത്യരൂപം എന്റെ ചിത്തത്തിൽ മിന്നും പ്രകാശരൂപം. ശാശ്വത ശാന്തി തന്നാദിരൂപം ഉള്ളിൽ വാഴും ശുഭാനന്ദ സ്നേഹരൂപം. ശാശ്വത ശാന്തി തന്നാദിരൂപം ഉള്ളിൽ വാഴും ശുഭാനന്ദ സ്നേഹരൂപം. കണ്ടേൻ ഞാനൻ ഗുരുരൂപം എന്റെ ആത്മസ്വരൂപമായി വാഴും രൂപം. അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എന്റെ അകതാരിലുരുവായി വാഴും രൂപം. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം. സൃഷ്ടി 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 സൃഷ്ടാവിനിഷ്ടം തന്റെ സൃഷ്ടി. സൃഷ്ടി 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 സൃഷ്ടാവിനിഷ്ടം തന്റെ സൃഷ്ടി. സൃഷ്ടി 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 സൃഷ്ടാവിനിഷ്ടങ്ങൾ ചെയ്യുവാനും സൃഷ്ടാവിനോടൊത്ത് വാഴുവാനും സൃഷ്ടാവ് സൃഷ്ടി നടത്തുന്നു. സൃഷ്ടി 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 സൃഷ്ടാവ് സൃഷ്ടി നടത്തുന്നതോ ആനന്ദവാഴ്ചയ്ക്കാണെന്നറിക. ആനന്ദവാഴ്ചയ്ക്കായുള്ള ലോകം ആത്മാവിൻ ലോകമാണെന്നറിക. ആത്മാവിൻ ലോകമാണെന്നറിക. സൃഷ്ടി 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 സൃഷ്ടാവ് ദുഃഖിതനാണെങ്കിലേ സൃഷ്ടികൾ ദുഃഖിതരാകയുള്ളൂ. സൃഷ്ടാവിൽ ദുഃഖമശേഷമില്ല. സൃഷ്ടിയിലും ദുഃഖം വന്നുകൂടാ. സൃഷ്ടി 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 സൃഷ്ടിയിലുണ്ടാകും ദുഃഖമെല്ലാം തീർത്ത് രക്ഷിക്കുവാൻ വന്നിവിടെ. ആത്മാവ് ജന്മമെടുത്തതെല്ലാം അന്ധകാരത്തിലാണെന്നറിക. അന്ധകാരത്തിലാണെന്നറിക. സൃഷ്ടി 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 അന്ധത മാറ്റുന്ന ബന്ധുവായി ഈശ്വരനന്തരംഗത്തിലെത്തും. അന്ധത മാറുമ്പോൾ ആത്മലോകം സൃഷ്ടാവിലേക്ക് തിരിച്ചു പോകും. സൃഷ്ടാവിലേക്ക് തിരിച്ചു പോകും. സൃഷ്ടി 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 സൃഷ്ടാവിനിഷ്ടം തന്റെ സൃഷ്ടി. സൃഷ്ടി 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 സൃഷ്ടി
സത്യവെളിച്ചമുദിച്ചല്ലോ നിത്യാനന്ദം കണ്ടല്ലോ അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ സത്യവെളിച്ചമുദിച്ചല്ലോ നിത്യാനന്ദം കണ്ടല്ലോ അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ സത്യവെളിച്ചമുദിച്ചല്ലോ ജ്ഞാനക്കണ്ണനുണ്ണിയേ ഉൾക്കാമ്പിൽ ഞാൻ കണ്ടല്ലോ ജ്ഞാനക്കണ്ണനുണ്ണിയേ ഉൾക്കാമ്പിൽ ഞാൻ കണ്ടല്ലോ കണ്ണിന് കണ്ണാകുന്നൊരു കണ്ണനെ ഞാൻ കണ്ടല്ലോ കണ്ണിന് കണ്ണാകുന്നൊരു കണ്ണനെ ഞാൻ കണ്ടല്ലോ സത്യവെളിച്ചമുദിച്ചല്ലോ നിത്യാനന്ദം കണ്ടല്ലോ അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ സത്യവെളിച്ചമുദിച്ചല്ലോ ഗോപിമാരുമായൊത്ത് ലീലയാടും കാഴ്ചയിൽ ഗോപിമാരുമായൊത്ത് ലീലയാടും കാഴ്ചയിൽ ഭക്തരെല്ലാം ഗോപിമാരായി കണ്ണന് ചുറ്റും കണ്ടല്ലോ ഭക്തരെല്ലാം ഗോപിമാരായി കണ്ണന് ചുറ്റും കണ്ടല്ലോ സത്യവെളിച്ചമുദിച്ചല്ലോ നിത്യാനന്ദം കണ്ടല്ലോ അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ സത്യവെളിച്ചമുദിച്ചല്ലോ ജ്ഞാനക്കണ്ണാൽ കണ്ടപ്പോൾ അന്ധകാരം പോയല്ലോ ജ്ഞാനക്കണ്ണാൽ കണ്ടപ്പോൾ അന്ധകാരം പോയല്ലോ ആത്മലോകമാകെയും ആനന്ദപ്പൂ ചൊരിഞ്ഞല്ലോ ആത്മലോകമാകെയും ആനന്ദപ്പൂ ചൊരിഞ്ഞല്ലോ സത്യവെളിച്ചമുദിച്ചല്ലോ നിത്യാനന്ദം കണ്ടല്ലോ അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ സത്യവെളിച്ചമുദിച്ചല്ലോ അഖിലേശരൂപമെന്റെ അകതാരിൽ കണ്ടിടുവാൻ അവസരമൊരുക്കിയ അഖിലേശ്വര ഇഹത്തിലും പരത്തിലും പരമസുഖം തരുവാൻ
അഖിലേശരൂപമെന്റെ അകതാരിൽ കണ്ടിടുവാൻ അവസരമൊരുക്കിയ അഖിലേശ്വര. പരന്മാരിലറിവായി പരലോക സ്വരൂപനായി പരിലസിച്ചിടുമെന്റെ പരമഗുരു. പരന്മാരിലറിവായി പരലോക സ്വരൂപനായി പരിലസിച്ചിടുമെന്റെ പരമഗുരു. പരിതാപം തീർത്തു നല്ല പരമാനന്ദം നൽകി പരന്മാരിൽ കളിയാടും പരമാത്മാവേ. അഖിലേശരൂപമെന്റെ അകതാരിൽ കണ്ടിടുവാൻ അവസരമൊരുക്കിയ അഖിലേശ്വര. പരിഹാരത്തെ പരന്മാർക്കു നൽകിയിടുവാൻ പരലോക സ്വരൂപൻ താൻ അവതാരമായി. പാപപരിഹാരത്തെ പരന്മാർക്കു നൽകിയിടുവാൻ പരലോക സ്വരൂപൻ താൻ അവതാരമായി. നാമം സ്തുതിച്ചിടുവിൻ, നിയമം പാലിച്ചിടുവിൻ, ആപത്തു കൂടാതെന്നും ആനന്ദിച്ചിടാം. അഖിലേശരൂപമെന്റെ അകതാരിൽ കണ്ടിടുവാൻ അവസരമൊരുക്കിയ അഖിലേശ്വര. ഇഹത്തിലും പരത്തിലും പരമസുഖം തരുവാൻ പരമാചാര്യനായി വന്ന ഗുരുവരനെ. അഖിലേശരൂപമെന്റെ അകതാരിൽ കണ്ടിടുവാൻ അവസരമൊരുക്കിയ അഖിലേശ്വര. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. ചിന്തയാൽ ചിത്തം തെളിഞ്ഞിടുമ്പോൾ ഉള്ളിൽ സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. ചിന്തയാൽ ചിത്തം തെളിഞ്ഞിടുമ്പോൾ ഉള്ളിൽ സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. വെണ്മയേറിയിടും ഗുരുവിൻ രൂപം തൻ്റെ ആരാധ്യരൂപമായി കണ്ടറിക. വെണ്മയേറിയിടും ഗുരുവിൻ രൂപം തൻ്റെ ആരാധ്യരൂപമായി കണ്ടറിക.
ആനന്ദിച്ചാറാടുന്ന ആത്മനാഥനോട് ബന്ധിച്ചു നിത്യം സുഖിച്ചു വാഴാം. ബന്ധുവായുള്ള സുഖസ്വരൂപൻ സർവ ദുഃഖവും തീർത്തു രക്ഷിച്ചിടുന്നു. ബന്ധുവായുള്ള സുഖസ്വരൂപൻ സർവ ദുഃഖവും തീർത്തു രക്ഷിച്ചിടുന്നു. ലോകം വേടിഞ്ഞങ്ങു പോയിടുമ്പോൾ നിത്യശാശ്വത സ്വർഗത്തിൽ വാണിടുന്നു. ലോകം വെടിഞ്ഞങ്ങു പോയിടുമ്പോൾ നിത്യശാശ്വത സ്വർഗത്തിൽ വാണിടുന്നു. ഈ വിധം ദുഃഖമൊഴിഞ്ഞു നമ്മൾ ലോകേ ജീവിതം നിത്യം പുലർത്തിടേണം. ഈ വിധം ദുഃഖമൊഴിഞ്ഞു നമ്മൾ ലോകേ ജീവിതം നിത്യം പുലർത്തിടേണം. ദുഃഖമൊഴിഞ്ഞുള്ള ജീവിതമല്ലയോ സ്വർഗമായി തന്നിൽ താൻ കാണേണ്ടത്. സ്വർഗസുഖത്തെ കരുതി ജീവിപ്പോരിൽ നിത്യവും ഈ സുഖം വാണിടട്ടെ. സ്വർഗസുഖത്തെ കരുതി ജീവിപ്പോരിൽ നിത്യവും ഈ സുഖം വാണിടട്ടെ. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. ചിന്തയാൽ ചിത്തം തെളിഞ്ഞിടുമ്പോൾ ഉള്ളിൽ സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. സദ്ഗുരുരൂപം തെളിഞ്ഞു കാണാം. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. ബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയെ. ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയെ. നാദമായതു വേദമായതു നാദമായതു വേദമായതും ബോധമായതും ഏകനാഥൻ താൻ. ബോധമായതും ഏകനാഥൻ താൻ. ആദി ബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ.
ക്രിസ്തുവായതു കൃഷ്ണനായതു ബുദ്ധനായതു ഏകനാഥൻ താൻ ബുദ്ധനായതു ഏകനാഥൻ താൻ ആദി ബ്രഹ്മമേ ഏക ദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ ആദിവേദത്തിൽ കാതലായതും ആദിവേദത്തിൽ കാതലായതും ആത്മരൂപമായി വന്നുദിച്ചതും ആത്മരൂപമായി വന്നുദിച്ചതും ആദി ബ്രഹ്മമേ ഏക ദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ ആത്മലോകത്തിൻ്റെ അറിവായി വന്നതും ആത്മലോകത്തിലെ തിരുവുള്ളം കനിഞ്ഞു അനുഗ്രഹിക്കുമ്പോൾ തിരുവുള്ളം കനിഞ്ഞു തിരുവുള്ളം കനിഞ്ഞു അനുഗ്രഹിക്കുമ്പോൾ തിരതല്ലി ഉയരും ആനന്ദമെന്നിൽ തിരുവുള്ളം കനിഞ്ഞു തിരതല്ലി ഉയരും ആനന്ദമെന്നിൽ തിരുവുള്ളം കനിഞ്ഞു അനുഗ്രഹിക്കുമ്പോൾ തിരതല്ലി ഉയരും ആനന്ദമെന്നിൽ ജ്ഞാനങ്ങൾ അടിയനിരോധി പരിശുദ്ധ ജ്ഞാനങ്ങൾ അടിയനിരോധി പരിശുദ്ധമാക്കുന്ന പരമഗുരുവേ പരിശുദ്ധ ജ്ഞാനങ്ങൾ അടിയനിരോധി
ചൊരിയണേ ദിനവും പരിപൂർണ മോക്ഷത്തിൽ ചേർക്കണേ ദിനവും കാരുണ്യമടിയന് ചൊരിയണേ ദിനവും പരിപൂർണ മോക്ഷത്തിൽ ചേർക്കണേ ദിനവും പരിപൂർണ മോക്ഷത്തിൽ ചേർക്കണേ ദിനവും ഉന്നതനാകുന്ന ഗുരു ഉന്നതനാകുന്ന പരമഗുരു ആ തിരുവുള്ളം കനിഞ്ഞ് ആത്മലോകത്തെ അനുഗ്രഹിച്ചാൽ ആ തിരുവുള്ളം കഴിഞ്ഞ് ആത്മലോകത്തെ അനുഗ്രഹിച്ച പരിപൂർണ മോക്ഷം യാതൊരു സംശയവുമില്ലാതെ ലഭ്യമാകും. പരിപൂർണ മോക്ഷം യാതൊരു സംശയവുമില്ലാതെ ലഭ്യമാണ്. പലർക്കും ഇപ്പോഴും സംശയമാണ്. പലർക്കും ഇപ്പോഴും സംശയമാണ്. മോക്ഷത്തിനുള്ള വഴിയാണ്, മോക്ഷത്തിനുള്ള വഴിയാണ്, ഏകാന്ത മോക്ഷമാണ് ഇവിടുന്ന് കൊടുക്കുന്നത്, ഏകാന്ത മോക്ഷമാണ് ഇവിടുന്ന്, ഏകനാഥനാണ് വാഴുന്നത്. ഏകനാഥനാണ് വാഴുന്നത്. ഇതൊക്കെ പറയുമ്പോഴും വേണ്ട വിധത്തിൽ ഇതൊന്നും തിരിച്ചറിയാതെയും വിശ്വസിക്കാതെയും പോകുന്ന ഒരു സമൂഹമുണ്ട്. വേണ്ട വിധത്തിൽ ഇതൊന്നും വിശ്വസിക്കാതെയും തിരിച്ചറിയാതെയും പോകുന്ന ഒരു സമൂഹം. കാരണം സയൻസിന്റെ വളർച്ചയോടുകൂടി പല വിധത്തിലുള്ള അബദ്ധ ചിന്തകൾ മനുഷ്യരിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. സയൻസ് വളരെ നല്ലതാണ്, അതില്ലാതെ ഇന്ന് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഈ സയൻസിനെയും സൃഷ്ടിച്ച സൃഷ്ടാവാണ് ദൈവമെന്നുള്ള സത്യം പലപ്പോഴും ഈ സയൻസുകാർ മറന്നു പോവുകയാണ്. അതാണ് ഈ അബദ്ധത്തിലൂടെ പോകുന്നത്. ഈ സയൻസ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എന്താണ്? ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിലെ പല മൂലകങ്ങളും അല്ലെങ്കിൽ പല പദാർത്ഥങ്ങളുടെയും മഹത്വവും ഒക്കെയാണ് കണ്ടുപിടിച്ചത്. പല പദാർത്ഥങ്ങളുടെയും മഹത്വം അവർ കണ്ടുപിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അവരത് നിർമ്മിച്ചെടുത്തതല്ല, അതിൽ നിന്ന് കണ്ടുപിടിച്ചു എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പറയാൻ പറ്റുകയല്ല, അതാണ് സത്യം. ഓരോന്നിന്റെയും മഹത്വം അവർ കണ്ടു പരിശോധിച്ച് മനസ്സിലാക്കി അത് കണ്ടുപിടിച്ചു. ആദ്യകാലങ്ങളിൽ ഇതെല്ലാം ദൈവം തന്നെ ഓരോരുത്തർക്കും അത്ഭുതമായ ഓരോ അനുഭവങ്ങളിലൂടെ ബോധ്യമാക്കുകയായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാത്രം മൺപാത്രമായിരുന്നല്ലോ. ആദ്യ സമയങ്ങളിൽ ഈ വള്ളി കൊണ്ടുമൊക്കെ പാത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത്, അതായത് കൊട്ട, മുറം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിലായിരുന്നു സർവ്വകാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഇങ്ങനെ മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആർക്കും അറിവില്ലായിരുന്നു. എന്നാൽ ഇതിന്റെ ഈ വള്ളി കൊണ്ടുണ്ടാക്കിയ പാത്രത്തിന്റെ ബലം കുറയുമ്പോ ബലം വരുത്താൻ വേണ്ടി എന്ത് ചെയ്യും? അല്പം മണ്ണ് അതിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കും. അപ്പൊ ഇത് തേക്കുമ്പോൾ ഇതിന് ബലം ഉണ്ടാകുമെന്ന് അവർക്കൊരു വിശ്വാസം. അങ്ങനെ തേച്ചുണക്കി എടുക്കുമ്പോൾ അതിനൊരു കട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ തീയിൽ പെട്ടുപോയതല്ല. അങ്ങനെ അഗ്നിക്കിരയായ സമയത്ത് പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്തെങ്കിലും തിരികെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് ആ സ്ഥലത്ത് വീണ്ടും വരുമല്ലോ. അങ്ങനെ വന്നപ്പോ ഈ മണ്ണുകൊണ്ട് തേച്ച് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും അതേപോലെ തന്നെ അതിൽ കിടപ്പുണ്ട്. പഴയതിനേക്കാൾ ബലമായിട്ടും കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടും അവർക്ക് അത് തോന്നി. ഇപ്പൊ മുറത്തിന്റെ ആകൃതിയിൽ ഒരു പാത്രം, കൊട്ടയുടെ ആകൃതിയിൽ ഒരു പാത്രം, അങ്ങനെ വലുതും ചെറുതുമായ പാത്രങ്ങൾ ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കി തീയിൽ ചുട്ടെടുത്താൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അങ്ങനെയാണ് അവർക്ക് ബോധ്യപ്പെട്ടത്. അതിന് ബലമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അന്നാണ് ബോധ്യപ്പെട്ടത്. അപ്പോൾ അവിടെ ബോധ്യപ്പെടുത്തിയത് ആരാണ്? ദൈവം തന്നെയാണ്. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരിൽ ശാസ്ത്രബോധമായി നിന്ന് ഞാൻ എന്റെ
തന്റെ സൃഷ്ടിയെ പരിശോധിച്ചറിയുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രബോധമായിരുന്നു ഞാൻ എന്റെ സൃഷ്ടിയെ പരിശോധിച്ചറിയുന്നു. അങ്ങനെ പരിശോധിച്ച് ബോധ്യപ്പെട്ട് ഓരോന്നും മനസ്സിലാക്കുന്നു എന്നുള്ളതല്ലാതെ ശാസ്ത്രജ്ഞന്മാർ ഈ ലോകത്തിലേക്ക് പ്രത്യേകിച്ചൊന്നും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ബോധ്യമാക്കുന്നു എന്നുള്ളതല്ലാതെ ശാസ്ത്രജ്ഞന്മാർ ഈ ലോകത്തിലൊന്നും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ സയൻസിന്റെ വളർച്ചയോടുകൂടി പലരും ഈശ്വര വിശ്വാസം ഇല്ലാത്തവരായിരിക്കുന്നു. സയൻസിന്റെ വളർച്ചയോടുകൂടി പലരും ഈശ്വര ഇതിനകത്തൊന്നും ഒരു കാര്യമൊന്നുമില്ല, അങ്ങനെ ദൈവം എന്നൊരു വസ്തുവില്ല, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നുള്ളതല്ലാതെ ഈ പറയുന്ന പോലൊന്നുമില്ല. ഈ മതപണ്ഡിതന്മാരെല്ലാം കൂടി ഇതിനെയൊക്കെ വളച്ചൊടിക്കുകയാണ്. അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോന്നൊക്കെ കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെല്ലാം അബദ്ധചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി പലർക്കും ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നല്ലതായി ജീവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ അബദ്ധക്കാരായി പോകുന്നുള്ളത്. ഈശ്വരചിന്ത ഇല്ലാതെ ഈശ്വരാർപ്പണമായ ജീവിതമില്ലാതെയും ഒരിക്കലും ആർക്കും സമ്പൂർണതയെ അനുഭവിക്കുവാൻ പറ്റുകയില്ല. അത് സൃഷ്ടിയാരംഭ കാലത്ത് സൃഷ്ടാവായ ദൈവം തീരുമാനിച്ചുറപ്പിച്ച് വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനെ ആർക്കും മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല. സൃഷ്ടാവിനുള്ളൊരധികാരങ്ങൾ സൃഷ്ടികൾക്കൊട്ടുമേ നൽകിയില്ല. സൃഷ്ടാവിനുള്ളൊരധികാരങ്ങൾ സൃഷ്ടികൾക്കൊട്ടുമേ നൽകിയില്ല. ഈശ്വരന്റെ ഇഷ്ടം സൃഷ്ടികൾ ചെയ്തു കടന്നു പോകാം. അതുകൊണ്ട് ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചുറപ്പിക്കുക, ദൈവമല്ലാതെ ഇതിനൊന്നും ഉടമസ്ഥനായ മറ്റൊരാളില്ല. ഈ ഉടമസ്ഥന്റെ അധികാരത്തിൽ കൈയാളുവാൻ മറ്റാർക്കും സാധ്യവുമല്ല. ഇത് ആത്മാവിൽ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആത്മാവായി താൻ തന്നെ വാഴുന്ന വാഴ്ചയാണ് അവതാര വാഴ്ച. അത് മനസ്സിലാക്കി തന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ തീരുമാനം ചെയ്താൽ ആ അളവില്ലാത്ത കാരുണ്യം നിങ്ങളിലേക്ക് ചൊരിയുന്നത് നിങ്ങൾക്ക് അനുഭവമാകും. അതിന്റെ വ്യവസ്ഥാപിതമായ പല കാര്യങ്ങളും ബോധ്യമില്ലാത്തതുകൊണ്ട് ഒരു ജീവിത വഴിയിൽ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ എണ്ണിയിട്ട് പലപ്പോഴും ദൈവത്തെ കുറ്റം പറയാറുണ്ട്. ഭഗവാൻ തന്നെ പാടി തന്നിട്ടുണ്ട്, കുറ്റമൊഴിയാത്ത ആത്മാക്കൾ ദൈവത്തെ കുറ്റക്കാരനെന്നു ചൊല്ലിടുന്നു. നിരന്തരം ഈ ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്നവർ ദൈവത്തെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. സൃഷ്ടിലോകത്തെ കുറിച്ച് പലതും അവർക്ക് വളരെ മോശമായിട്ടേ പറയാൻ കാണുകയുള്ളൂ. അതെന്തുകൊണ്ടാ? അവരെല്ലാം മറയിരിക്കുന്നത് കൊണ്ടാണ്. ആ മറ അങ്ങ് മാറണമെങ്കിൽ ഈ സൽക്കർമ്മ വഴിയിൽ കൂടി ജീവിതം ചെയ്ത് സൽപ്രകാശം ആത്മാവിൽ ഭവിക്കണം. അത് ആത്മാവിലൊന്ന് ഭവിപ്പിക്കുവാനാണ് അവതാരമായി വന്നിരിക്കുന്നത്. ആ ജ്ഞാനപ്രകാശം ആത്മപ്രകാശമായി ആത്മാവിൽ തെളിയിച്ച് ആത്മബോധം നൽകുവാൻ ആത്മനാഥൻ വാഴുന്നു. ആരാണ് വാഴുന്നത്? ആത്മബോധ സൂര്യൻ ഉദയമായി വന്നു. ആത്മബോധ സൂര്യൻ ഉദയമായി വന്നു. ആത്മബോധ സൂര്യൻ ഉദയമായി വന്നു. ആത്മബോധ സൂര്യൻ ഉദയമായി വന്നു. ആത്മബോധ സൂര്യൻ ഉദയമായി വന്നു.
മാറ്റിടുവാനായി ഈ ആത്മബോധ സൂര്യൻ ഉദയമായി വന്നു ആത്മബോധ സൂര്യൻ മായയാകും കൂരിരുട്ടു മാറ്റിടുവാനായി മായയാകും മാലിന്യം മാറ്റിടുവാനുള്ള മായയാകും മാലിന്യം മാറ്റിടുവാനുള്ള ഏകമായ വഴി ഇതു ജ്ഞാനമല്ലോ പുരുഷ മായയാകും മാലിന്യം മാറ്റിടുവാനുള്ള ഏകമായ വഴി ഇതു ജ്ഞാനമല്ലോ പുരുഷ ആത്മനാഥൻ നൽകും ജ്ഞാനമാകും പീയൂഷം ആത്മനാഥൻ നൽകും ജ്ഞാനമാകും പീയൂഷം ആത്മാവിൽ ഭവിക്കുമ്പോൾ കൂരിരുട്ടു മാറും ഓ ആത്മനാഥൻ നൽകും ജ്ഞാനമാകും പീയൂഷം ആത്മാവിൽ ഭവിക്കുമ്പോൾ കൂരിരുട്ടു മാറും ഓ കൂരിരുട്ടു മാറി ഉദയ സൂര്യനെ കണ്ടു ഓ കൂരിരുട്ടു മാറി ഉദയ സൂര്യനെ കണ്ടു ഓ സൽക്കർമ്മങ്ങൾ നിത്യവും ചെയ്തിടുന്നു മാനവർ ഓ കൂരിരുട്ടു മാറി ഉദയ സൂര്യനെ കണ്ടു സൽക്കർമ്മങ്ങൾ നിത്യവും ചെയ്തിടുന്നു മാനവർ ഓ സൽക്കർമ്മങ്ങൾ ചെയ്താൽ സൽഫലമുണ്ടല്ലോ ഓ സൽക്കർമ്മങ്ങൾ ചെയ്താൽ സൽഫലമുണ്ടല്ലോ നിത്യശാന്തി നിത്യാനന്ദം സ്വത്തായി നിന്നിൽ കിട്ടും ഓ നിത്യശാന്തി നിത്യാനന്ദം സ്വത്തായി കിട്ടും ഓ ഉന്നതനാകുന്ന ഗുരുവിന്റെ ആ തിരുവായ്മൊഴികളെ അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി സ്വീകരിച്ച് പാലിക്കുന്നവരിലാണ് ഈ അമൃതപീയൂഷമായിട്ട് ഇത് അനുഭവമാകുന്നത്. ആ പല ആളുകളും ആ വിധത്തിലാണ് അത് ചിന്തിക്കുന്നത്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് ഇതൊക്കെ മാനുഷികമായ ചില ചിന്താഗതികളോടുകൂടി സ്വീകരിക്കുകയും പലതിൻ്റെയും കാരണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാതെ അബദ്ധ ചിന്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഗുരു അറിയിക്കുന്ന അറിവിനെ അതേപടി സ്വീകരിച്ച് അതിനെ അനുവർത്തിച്ച് അതിന്റെ സൽഫലം ആത്മാവിലായി സ്വീകരിച്ച് സൽപ്രകാശത്തെ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഗുരുവിന്റെ അറിവ് അതേ നിലയിൽ കൂടി ആത്മാവിൽ പ്രാവർത്തികമാകുന്നത്. അത് നിരന്തരമായ ഒരു പ്രവർത്തനം അതിനുവേണ്ടി ഉണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ. ഈ മായാമാലിന്യം മാറാതെ ഗുരു ആരാണെന്ന് പോലും തിരിച്ചറിവുണ്ടാവുകയില്ല. ഈ മാലിന്യം മാറ്റുവാനുള്ള വഴിയാണ് ഈ ജ്ഞാനമാർഗം.
മാലിന്യം മാറ്റുവാനുള്ള വഴിയാണ് ഈ ജ്ഞാനമാർഗ്ഗം. ജ്ഞാനമാർഗമാണ് നിങ്ങളിൽ കർമ്മമാർഗമായി തന്നിരിക്കുന്നത്. ജ്ഞാനമാർഗ്ഗമാണ് നമ്മളിൽ കർമ്മമാർഗ്ഗമായി. ഈ കർമ്മമാർഗം നിങ്ങളിൽ ബോധമാർഗമായി തീരും. കർമ്മമാർഗ്ഗം നമ്മളിൽ ബോധമാർഗ്ഗമായി. ഇപ്പോൾ തന്നിരിക്കുന്ന ഈ കർമ്മമാർഗം എന്താണ്? ഇപ്പോൾ തന്നിരിക്കുന്ന ഈ കർമ്മമാർഗ്ഗം എന്താണ്? അറിവിനാൽ ചെയ്യേണ്ടുന്ന ആചാരങ്ങളാണ് കർമ്മമാർഗങ്ങളായി തന്നിരിക്കുന്നത്. അറിവിനാൽ ചെയ്യേണ്ടുന്ന ആചാരങ്ങളാണ് കർമ്മമാർഗ്ഗങ്ങളായി ഈ തന്നിരിക്കുന്നത്. കർമ്മമാർഗങ്ങൾ നിങ്ങളിൽ കൂടി പൂർത്തീകരിക്കപ്പെടുമ്പോൾ കർമ്മമാർഗ്ഗങ്ങൾ നമ്മളിൽ കൂടി പൂർത്തീകരിക്കപ്പെടും. ബോധസൂര്യൻ നിങ്ങളിൽ ഉദയമാകും. ബോധസൂര്യൻ നമ്മളിൽ ഉദയം. അപ്പോഴാണ് അത് ബോധമാർഗമായി മാറുന്നത്. അപ്പോഴാണ് അത് ബോധമാർഗ്ഗമായി. അപ്പൊ അതുവരെ ജീവിച്ചിരുന്ന ജീവിത വഴിയിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അതുവരെ ജീവിച്ചിരുന്ന ജീവിത വഴിയിൽ നിന്നെല്ലാം ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ചു കളയുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യുകയല്ല. പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ചു കളയോ സ്നേഹിക്കാതിരിക്കുകയോ അതുവരെ സ്നേഹിച്ചതും അതുവരെ വിശ്വസിച്ചതും അതുവരെ നടത്തിക്കൊണ്ടിരുന്നതും എല്ലാം എന്തൊക്കെയായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പോഴാണ് ഉണ്ടാകുന്നത്. അതായത് ഇരുട്ടിൽ വീടിന്റെ വെളിയിലേക്ക് ഇരുട്ടത്തങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അവിടെ ഒരു കയർ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടന്നു. അയ്യോ പാമ്പാണെന്ന് കരുതി അങ്ങ് ചാടി ബഹളം ഉണ്ടാക്കി. അപ്പൊ വീട്ടിനുള്ളിൽ ഇരുന്നവരൊരു വിളക്കുമായിട്ട് വെളിയിൽ വന്നു. അപ്പൊ ഇയാൾ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വിളക്കിന്റെ പ്രകാശത്തിൽ നോക്കിയപ്പോ അത് കയറാണ്. അയ്യോ ഇത് കയറായിരുന്നു എന്ന് അപ്പോഴാണ് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത്. എന്താ അത് പറ്റിയത്? ആ ചെറിയ വെളിച്ചത്തിൽ അഥവാ മങ്ങിയ വെളിച്ചത്തിൽ കയറിനെ പാമ്പായിട്ട് തോന്നിക്കുകയായിരുന്നു. ഇതുപോലെ പല തോന്നലുകളും ഈ അറിവ് ഗ്രഹിക്കാത്തവരിലുണ്ട്. അവരുടെ തോന്നലുകളൊക്കെ അത് ശരിയാണ് എന്നാണ്. ആ തോന്നൽ അങ്ങ് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ പാമ്പാണെന്ന് വിചാരിച്ച് അലറി വിളിച്ചത്. ഒരു സംശയവും അതിൽ തോന്നിയില്ല. അതുപോലെയാണ് ഈ അജ്ഞാനക്കൂരിട്ടിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ. അപ്പൊ അജ്ഞാനം മാറുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ ഗുരുവിന്റെ സൽപ്രകാശത്തെ സ്വീകരിക്കുക. സ്വീകരിക്കുക, നിങ്ങൾ സ്വീകരിക്കുക. സദ്ഗുരുവിൻ സൽപ്രകാശം സ്വീകരിക്കുക. സദ്ഗുരുവിൻ സൽപ്രകാശം സ്വീകരിക്കുക. സദ്ഗുരുവിൻ സൽപ്രകാശം സ്വീകരിക്കുക. സർവദോഷ
സ്വീകരിച്ച് നിഷ്കളങ്കമായി ജ്ഞാനത്തെ സ്വീകരിച്ച് ഗുരുവിന്റെ ആദർശത്തെ സ്വീകരിച്ച് ഗുരുവിന്റെ ആദർശത്തെ സ്വീകരിച്ച് ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനോമാലിന്യങ്ങൾ അകലുന്നു, അന്ധകാരങ്ങൾ അകലുന്നു, ഇഹപരലോകം തെളിയുന്നു, സർവ്വതും ഏകമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നു. സർവ്വതും ഏകമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് അതിനുവേണ്ടി തന്നിരിക്കുന്ന ഈ കർമ്മ വ്യവസ്ഥകളെ അതിനുവേണ്ടി തന്നിരിക്കുന്ന ഈ കർമ്മവ്യവസ്ഥ സ്വീകരിച്ച് അനുഷ്ഠിച്ച് തീർത്ഥാടകരായി എത്തിച്ചേർന്നിരിക്കുന്ന തീർത്ഥാടകരായി എത്തിച്ചേർന്ന് നിങ്ങളെല്ലാം ഞാനിതാ ദർശിക്കുകയാണ്. നമ്മളെല്ലാം മഹാശക്തി ഉന്നതമായ ഈ മഹാവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധമായി വന്നു ചേർന്നിരിക്കുന്ന പരിശുദ്ധമായി വന്നുചേർന്നിരിക്കുന്ന നിങ്ങളിൽ ആരിലെങ്കിലും നമ്മളിൽ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നുപോയിട്ടുണ്ട്. അതെല്ലാം ക്ഷമിക്കണമേ എന്ന് മഹാശക്തിയോട് പ്രാർത്ഥിക്കുക. അതെല്ലാം ക്ഷമിക്കണമേ എന്ന് മഹാശക്തിയോട് പ്രാർത്ഥിക്കുക. സർവപോരായ്മകളും പുറത്ത് സർവ്വപോരായ്മകളും പുറത്ത് സർവ്വതും ക്ഷമിച്ച് സർവ്വതും സർവശക്തിയുടെ മഹാതിരി ഹൃദയത്തിലേഴകളെ കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. സർവ്വശക്തിയുടെ മഹാതിരുഹൃദയത്തിലേഴകളെ കരുതിക്കൊള്ളണമേ. ആ തിരുവുള്ളം കരിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ മഹാതിരുവുള്ളം കരിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ മഹാതിരുവുള്ളം കരിഞ്ഞ് നിങ്ങളെ ആനന്ദിപ്പിക്കട്ടെ. ഉന്നതനാകുന്ന ജഗദീശ്വരന്റെ ആ അരിമക്കുഞ്ഞുങ്ങളായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിന്റെ വിലയറിഞ്ഞ് നിലയറിഞ്ഞ് വിലയേറിയ നിലനിർത്തി എപ്പോഴും ലോകരംഗത്ത് ജീവിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴും ലോകരംഗത്ത് ജീവിക്കണമെന്ന് ഗുരുനാഥൻ നമ്മളെ പ്രത്യേകം ആ ലോകവാസികൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ അതിന്റെ കൂടെ പോകാനല്ല. പ്രവാസികൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അതിന്റെ കൂടെ പോകാൻ ആ നിങ്ങൾ കലിയുഗാവതാരത്തിന്റെ മഹാതൃക്കരങ്ങളിൽ പിടിക്കപ്പെട്ടവരാണ്. കലിയുഗാവതാരത്തിന്റെ മഹാധിക്കരങ്ങളിൽ പിടിക്കപ്പെട്ടവരാണ്. ആ ശിഷ്യപരമ്പരകളിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. ശിഷ്യപരമ്പരകളിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. നിങ്ങൾ അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഉയർന്നുയർന്നു വന്നാൽ നമ്മളതിന്റെ വ്യവസ്ഥയനുസരിച്ച് ഉയർന്നുയർന്നു വന്നാൽ ആ അതിന്റെ പടിപടിയായുള്ള കയറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന്റെ പടിപടിയായിട്ടുള്ള കയറ്റം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ കയറ്റം ലഭിക്കുന്നവരെയാണ് പരലോകത്തിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ കയറ്റം ലഭിക്കുന്നവരെയാണ് പരലോകത്തിലേക്ക് ഓ ഇപ്പൊ പരലോകത്തിൽ പോയില്ലെങ്കിൽ എന്താ, ഇവിടെ ഇപ്പൊ ഓരോന്നും വർദ്ധിച്ചു വരികയല്ലേ, സയൻസ് ഒക്കെ വളരുകയല്ലേ, അങ്ങനെയുണ്ടല്ലോ ഇങ്ങനെയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വീണ്ടും വീണ്ടും ഇതിനകത്ത് കിടക്കാനേ പറ്റൂ. വീണ്ടും വീണ്ടും ഇതിനൊക്കെ ഈ നരകത്തിൽ നിന്ന് പോകാൻ കഴിയാതെ വരും. നരകത്തിൽ നിന്ന് പോകാൻ ഇത് കഴിയാതെ നരകമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ പോലും അതിനൊരു അറിവ് വേണം. നരകമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ പോകാനുള്ള അറിവ് വേണം. അപ്പൊ ആ അറിവാണ് ഈശ്വരൻ തരുന്നത്. അറിവാണ് ഈശ്വരൻ. ആവശ്യമില്ലാത്ത ചിന്താഗതികളിലേക്കൊന്നും പോകാതെ ആവശ്യമില്ലാത്ത അടിപണിയുന്നു നാഥ പരമപാദാരവിന്ദേ. അടിപണിയുന്നു നാഥ പരമപാദാരവിന്ദേ. അടിയനാലൊരു കഴിവങ്ങൊഴിഞ്ഞില്ലേ നാഥ. ആ ചിന്തയോടുകൂടി എല്ലാവരും ആശ്രയിക്കുക. ആ ചിന്തയോടുകൂടി എല്ലാവരും സർവശക്തിയുടെ കാരുണ്യവും അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ശക്തിയുടെ കാരുണ്യം അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുന്നു. ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാം ഞാനിത് ആളാമൃതി ദർശിക്കുകയാണ്. വലിയതിരിക്കുന്ന നമ്മളെല്ലാം മഹാശക്തി ആളാമൃതി ദർശിക്കുകയാണ്. ഉന്നതമായ ഈ ആദർശത്തിൽ ചേർക്കപ്പെടുവാനും ഈ ആദർശത്തിൽ ചേർക്കപ്പെട്ട ഈ ആചാരകർമ്മങ്ങൾ സ്വീകരിച്ച് അനുഷ്ഠിക്കുവാനും ഈ ആചാരകർമ്മങ്ങൾ സ്വീകരിച്ച് അനുഷ്ഠിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഈ പരമഭാഗ്യത്തിന്റെ അവസ്ഥ ലഭിച്ചിരിക്കുന്ന ഈ പരമഭാഗ്യത്തിന്റെ അവസ്ഥ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കി അത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കി കുറച്ചുകൂടി അർപ്പണബോധത്തോടുകൂടി ഇതൊക്കെ നിർവഹിക്കുവാൻ കുറച്ചുകൂടി അർപ്പണബോധത്തോടുകൂടി അതൊക്കെ മഹാശക്തി തിരുവുള്ളം കഴിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാശക്തിയിലുള്ള കഴിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കും. വളരെ വിദൂരത്തിൽ നിന്ന് വന്നു ചേർന്നവരെല്ലാം ഉണ്ട് ഇന്നത്തെ ഈ തീർത്ഥാടനത്തിൽ. വളരെ വിദൂരത്തിൽ നിന്ന് വന്നുചേർന്നവരെല്ലാം ഉണ്ട് ഇന്നത്തെ ഈ തീർത്ഥാടനം. ആ സമീപ പ്രദേശത്ത് നിന്ന് വന്നവരുമുണ്ട്. സമീപ പ്രദേശത്ത് നിന്ന് വന്നവരുണ്ട്. ആ എല്ലാവരെയും കരുതി സൂക്ഷിച്ച് ഇവിടെ എത്തിച്ചത് കരുണാധിയുടെ വൻപിച്ച കാവലാണ്. എല്ലാവരെയും കരുതി സൂക്ഷിച്ച് ഇവിടെ എത്തിച്ചത് കരുണാധിയുടെ വൻപിച്ച കാവലാണ്. ആ ഈ വ്രതം ആരംഭിച്ച സമയം മുതൽ ഈ വ്രതം ആരംഭിച്ച സമയം മുതൽ പല സന്താനങ്ങളും പല സന്താന പല സ്ഥലങ്ങളിൽ നിന്നായി വിളിച്ച് പല കാര്യങ്ങളും അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നായി വിളിച്ച് പല കാര്യങ്ങളും അപേക്ഷിക്കുന്നുണ്ടായി. ആ ലീവ് കിട്ടാത്തതിന്റെ വിഷമം, ലീവ് കിട്ടാത്തതിന്റെ ടിക്കറ്റ് കിട്ടാത്തതിന്റെ വിഷമം, ടിക്കറ്റ് കിട്ടാത്തതിന്റെ ആ വീട്ടിലെ പല സാഹചര്യങ്ങൾ ഒരുങ്ങാത്തതിന്റെ വിഷമം, വീട്ടിലെ പല സാഹചര്യങ്ങൾ ഒരുങ്ങാത്തതിന്റെ ഇങ്ങനെ എന്തെല്ലാം
വിഷമങ്ങൾ പറഞ്ഞ് പലരും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞ് പലരും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള പലരും ഇന്നും എത്തിയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ അത് വലിയ സന്തോഷം. അങ്ങനെയുള്ള പലരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ കരുണാനിധിക്ക് വളരെ സന്തോഷം. എന്തിന് മരണം പോലും മാറ്റിവെച്ച് ഇവിടെ എത്തിയവരുണ്ട്. മരണം പോലും മാറ്റിവെച്ച് ഇവിടെ അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ ലോകത്തിൽ ഒരുക്കിയിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വരൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരാൾ ഈ സന്നിധാനത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആ ആളിന് വ്യക്തിപരമായി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ആൾ ഒരുക്കുന്നത്. ദൈവം അങ്ങനെയല്ല ഒരുക്കുന്നത്. എത്രയോ മുൻപേ കൂട്ടി എന്തെല്ലാം ഒരുക്കിയാണ് വ്യക്തിയുടെ എല്ലാ സ്വാതന്ത്ര്യവും ഒപ്പിച്ചു കൊടുക്കുന്നത്. ഒരു തടസ്സവുമില്ലാതെ ഇവിടെ എത്തിച്ചേരുവാൻ തക്ക വിധത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരിന്റെ ഒരു ബുദ്ധിമുട്ടും അറിയുകയില്ല. ആ ബുദ്ധിമുട്ടെല്ലാം ദൈവം സ്വയം സ്വീകരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുള്ളവർക്കോ വരുത്തിയിട്ടുള്ളവർക്കോ ഒക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. ആ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റെതായ നിലയിൽ അവർ ആശ്രയിക്കുമ്പോ അപ്പോൾ അവിടെ വെച്ച് ആ ബുദ്ധിമുട്ട് മാറ്റി അവരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ മഹാകാരുണ്യമാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ വർണ്ണിക്കാൻ കഴിയാത്ത മഹിമാവിശേഷമാണ് ദൈവം നമുക്ക് വേണ്ടി ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും ദൈവത്തെയും ദൈവകർമ്മത്തെയും മറന്നു പോകാതെ ആശ്രയിച്ച് ജീവിക്കുക, സത്യധർമാദികളെ പുലർത്തിക്കൊണ്ട് ജീവിക്കുക. അതുപോലെ ഭവനങ്ങളിൽ നടക്കേണ്ടതായ നിത്യാരാധനകൾ വളരെ കൃത്യമായി കൊണ്ടുപോകണമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ചുരുക്കം ചില ഭവനങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അന്വേഷണ വിധേയമായി എനിക്ക് ലഭിച്ച സൂചനകൾ കൃത്യനിഷ്ഠ ഒന്നും അവിടെ നടക്കുന്നില്ല എന്നാണ്. 3 നേരമാണ് പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത്. 2 നേരം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥന, കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നിരുന്നുള്ള പ്രാർത്ഥന, ആ കുടുംബത്തിന്റെയും അതിലെ സന്താനങ്ങളുടെയും ഐശ്വര്യത്തിന് വേണ്ടി ദൈവം നിയമിച്ച നിയമമാണ്. അത് കൃത്യനിഷ്ഠയോടുകൂടി പരിപാലിക്കുക. അതുപോലെ ശാഖാ സന്നിധാനങ്ങളുള്ള സ്ഥലത്തും സഭകളായി പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെതായ ഉത്തരവാദിത്വം ഓരോരുത്തരിലും ഏറ്റെടുത്തുകൊണ്ട് എന്റെ കുടുംബമാണെന്നുള്ള ചിന്തയോടുകൂടി എല്ലാവരും ഏകോപിച്ചു നിന്ന് പ്രവർത്തിക്കുക. മഹാശക്തി നിങ്ങളോടുകൂടി സർവദാ വാഴുമാറാകട്ടെ, സർവദാ നിറഞ്ഞു വാഴുമാറാകട്ടെ, ഓരോ ഹൃദയങ്ങളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് വാഴുമാറാകട്ടെ. ലോകം മുഴുവൻ ദുഃഖ ദുരിതമായി അലയുമ്പോൾ ഈ സുഖവും ആനന്ദവും അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണെന്നുള്ള ഓർമ്മയോടുകൂടി ജീവിക്കുക. സർവശക്തി നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളും ഇരുപിടിക്കെട്ടുകളും ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. സർവദോഷങ്ങളും തീർത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗദുഃഖങ്ങളും പാപശാപബന്ധങ്ങളും ഭൂതദോഷങ്ങളും എല്ലാം ഒഴിവായി മഹാശക്തി നിങ്ങളിൽ കളിയാടുമാറാകട്ടെ. അടുത്ത വർഷം ഇതിലുപരിയായി എല്ലാം നടത്തുവാൻ ഈശ്വരൻ നിങ്ങളെ കരുതുമാറാകട്ടെ. അതുപോലെ ഇനിയും നടക്കാനുള്ള ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം ഒന്നിനൊന്നുപരിയായി എല്ലായിടത്തും ആനന്ദമായി നടത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കലണ്ടറിൽ അത് പ്രത്യേകമെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. 2026 കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ശാഖാ ആശ്രമങ്ങളിൽ നിന്ന് നോട്ടീസും വിതരണം ചെയ്യുന്നുണ്ട്. അതെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനോ അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കാനോ അല്ല. അതാതിന്റെ സമയമാകുമ്പോ നമുക്ക് പോകാൻ
കഴിയുമെങ്കിൽ പോയി പങ്കെടുക്കുക, നമുക്ക് പോകാൻ കഴിയുമെങ്കിൽ പോയി അല്ലെങ്കിൽ സഭയിലുള്ളവരെ ഒന്ന് പ്രചോദിപ്പിച്ച് കഴിയുന്നിടത്തോളം ആളുകളെ അയക്കുക. സഭയിലുള്ളവരെ പ്രചോദിപ്പിച്ച് കഴിയുന്നിടത്തോളം ആളുകളെ അയക്കുക. അല്ലാതെ ആരെങ്കിലും ഒന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ അല്ലാതെ ആരെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് മനസ്സിൽ ഓർക്കും ജനുവരി 10-ാം തീയതി ഏന്തയാറ്റ് വാർഷികം. ജനുവരി 10-ാം തീയതി അപ്പൊ സഭയിൽ 1-2 പേര് കൂടി ആലോചിച്ച് നമുക്ക് ഏന്തയാറ്റിൽ ഒന്ന് പോകണ്ടായോ? പെട്ടെന്ന് അതിന്റെ ചുമതലക്കാരനായിട്ട് നിൽക്കുന്ന ആൾ ഓർക്കും 10-ാം തീയതി എന്റെ പെങ്ങടെ മോടെ കല്യാണമാണ്. അപ്പൊ അത് വേണ്ട, അവിടെ വേണ്ട, നമുക്ക് ഇനി 17-ാം തീയതി മലയാളപ്പുഴ ഉണ്ടല്ലോ, അവിടെ പോവാം. മലയാളപ്പുഴയിലും പോകണം. പക്ഷെ ഏന്തയാറ്റിൽ ഇത് മുടക്കിയിട്ടല്ല. അങ്ങനെ മുടക്കം വരുത്തരുത്. അവരവരുടെ സാർത്ഥതയ്ക്ക് വേണ്ടി സഭയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത്. അത് ഭക്ത, എനിക്ക് ഇന്ന പോലെ കാര്യമുണ്ട്, എനിക്ക് വരാൻ കഴിയില്ല, നിങ്ങൾ എന്തായാലും പോകണം എന്ന് പറയാനുള്ള ഒരു ബോധം ഉണ്ടാവണം. നിങ്ങൾ ഒരു 4 പേരെങ്കിലും പോകണം, അല്ലെങ്കിൽ 10 പേരെങ്കിലും പോകണം എന്നങ്ങ് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഒരു ബോധം എന്ന് പറയുന്നത്. ബോധസ്വരൂപനാകുന്ന ഈശ്വരന്റെ ശിഷ്യനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ബോധമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ എവിടെന്നെങ്കിലുമൊക്കെ ഇതിനുള്ള വഴി അങ്ങ് ഉണ്ടാവും. പ്രകൃതിയിൽ കൂടി എല്ലാം അങ്ങ് ഒരുങ്ങും. അങ്ങനെ ഓരോന്നും നിർവഹിക്കുമ്പോൾ വീണ്ടും വീണ്ടും പോകാനുള്ള ആർത്തി ഉണ്ടാവും. ആർത്തി ഉണ്ടാകുമ്പോൾ പ്രകൃതി കൂടി എല്ലാം ഈശ്വരൻ ഒരുക്കുകയും ചെയ്യും. അങ്ങനെ ഒരുങ്ങുകയും അങ്ങനെ പോവുകയും ചെയ്ത് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്ന് കൈ ഉയർത്തി കണ്ടാക്കണം, കൈ അടിച്ചു കേട്ടാക്കണം. ഇതെല്ലാം ഈശ്വരന്റെ കാരുണ്യമാണ്. അനേകം അനുഭവങ്ങൾ അങ്ങനെ സാധുക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. പലരും എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വിധത്തിലും പോകാൻ ഒക്കെയില്ല എന്ന് തീരുമാനിച്ചിരുന്നു, പെട്ടെന്നൊരു സാഹചര്യം ഒരുങ്ങി അങ്ങ് പോയി. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉള്ളിൽ തീരുമാനം ഉണ്ടാവണം, എന്റെ ഗുരുവിന്റെ കർമ്മമാണ് നടക്കുന്നത് എന്നുള്ള തീരുമാനം ഉണ്ടാവും. അപ്പോഴാണ് ഇതെല്ലാം ഒരുങ്ങുന്നത്. അപ്പോ 10-ാം തീയതി വാർഷികമുണ്ട്, 15-ാം തീയതി ഉണ്ട്, 17-ാം തീയതി ഉണ്ട്, 22-ാം തീയതി ഉണ്ട്, 26-ാം തീയതി ഉണ്ട്, 29-ാം തീയതി ഉണ്ട്. ഇത് വേണ്ട, അങ്ങനെ വാർഷികത്തിന്റെ പുറത്ത് വാർഷികം അങ്ങനെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. 27-ാം തീയതി ഉണ്ട്. എല്ലാം ഒന്നിനൊന്നുപരിയായി ഈശ്വരൻ എഴുന്നള്ളി നടത്തട്ടെ. ആ എഴുന്നള്ളത്തും അനുഗ്രഹവും കാണുവാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ ചെന്ന് പങ്കെടുക്കുവാൻ തക്ക വിധം എല്ലാം ഈശ്വരൻ ഒരുക്കി തരുമാറാണ്. അങ്ങനെ നാടുതോറും ശുഭാനന്ദാദൃശ്യം വളരുമാറാകട്ടെ. എന്റെ സന്താനങ്ങൾ ഒത്തുചേർന്ന് ആത്മാർപ്പണമായി ഇന്ന് പ്രവർത്തിക്കുന്നത് കണ്ട് ഇതൊന്നും അറിയാത്തവരും ഇതിനെ നിഷേധിക്കുന്നവരും ആകൃഷ്ടരായി സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവിധം ഓരോ വാർഷികങ്ങളും ഉന്നതമായ ജഗദീശ്വരൻ നടത്തുമാറാകട്ടെ. അങ്ങനെ നടത്തുമ്പോ ഞാനിപ്പോ പെട്ടെന്നൊരു കാര്യം ഓർക്കുന്നത്, ശരീരപ്രകാരം ചെറുപ്പത്തിൽ ഒരു താരാസ്തുതിക്ക് വന്ന സമയത്ത്, വളരെ ചെറുപ്പത്തിലാണ്, ഒരാള് എന്നെക്കാൾ ഒരു വയസ്സിനോ 1-2 വയസ്സിനോ മൂപ്പേ കാണുകയുള്ളൂ. ആ ആള് ഇങ്ങനെ കണ്ണുടച്ച് ഇങ്ങനെ മേപ്പോട്ട് നോക്കി തുള്ളുക. ഞാൻ ആലോചിച്ചടാ, ഈ ചെറുക്കൻ എന്തിനാ ഇങ്ങനെ തുള്ളുന്നത്? ഒരു ആലോചനയാണ്, മനസ്സിലൊരു ആലോചനയാണ്, പെട്ടെന്ന് കയറിയതാണ്. ബാക്കി അങ്ങനെ സാധാരണ ചെറുപ്പക്കാർ കൊച്ചുങ്ങളൊന്നും അങ്ങനെ തുള്ളാറില്ലല്ലോ. ഈ ആളിനൊരു പ്രത്യേകത, ഇങ്ങനെ ഒരു തുള്ളല്, കണ്ണുടച്ച് മേപ്പോട്ട് ഇങ്ങനെ തലയിൽ ഉയർത്തി ഇങ്ങനെ മുഖം ഉയർത്തി അങ്ങനെ നിന്ന് തുള്ളുക. ഈ ചിന്ത ഒരു അഗാധമായ ചിന്തയിലേക്ക് അങ്ങ് മാറി. അസാധാരണമായ ഒരു കാഴ്ച ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്. ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോ അതേ അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന് എത്തിക്കുമ്പോ ഞാൻ തിരിച്ചറിഞ്ഞത് ഇതായിരുന്നല്ലോ അന്ന് അവൻ കണ്ടുകൊണ്ട് മേളോട്ട് നോക്കി പ്രാർത്ഥിച്ചത്. അപ്പൊ ഇത് അറിയുന്നില്ല, തുള്ളുവാണെന്നോ ചാടുവാണെന്നോ ഒന്നും അറിയാതെയാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? കോടിസൂര്യപ്രഭയേക്കാൾ പ്രഭയുള്ള ആ രൂപത്തിൽ നിന്നൊരു കിരണം നമ്മളിലേക്ക് ഭവിക്കുമ്പോൾ, ഓ സ്വർഗലോകത്തിലെ കമ്പി വന്നാൽ എന്റെ പാദങ്ങൾ പതിക്കയില്ല. അപ്പോൾ ആരുത
കർമ്മം കൊണ്ടും നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റൊരാളിന് പ്രചോദനം ഉണ്ടാകുവാൻ ഇടയായാൽ മറ്റൊരാളിന് പ്രചോദനം ഉണ്ടാകുവാനിടയായ ആ ആൾ അറിയുന്നില്ലെങ്കിൽ പോലും ആ ആളിനും അതിന്റെ ഫലം കിട്ടുകയാണ്. ആൾ അറിയുന്നില്ലെങ്കിൽ പോലും ആ ആളിനും അതിന്റെ ഫലം ഇപ്പൊ കിട്ടും. നിങ്ങൾ വാർഷികത്തിന് പോയി നിങ്ങളെ അറിയാത്ത ഒരു നാട്ടിലായിരിക്കും. നമ്മൾ വാർഷികത്തിന് പോയി നമ്മളെ അറിയാത്ത ഒരു അപ്പൊ നിങ്ങൾ പാട്ടും പാടി ഇങ്ങനെ സന്തോഷമായി പോകുന്നത് വഴി നിൽക്കുന്ന ഒരാളിന് പെട്ടെന്ന് കണ്ടു, അയ്യോ ആള് എന്തൊരു സന്തോഷത്തിലാണ് എന്ന് ചിന്തിച്ച് ആ സന്തോഷത്തിനെ ആഗ്രഹിച്ച് ഗുരുമുമ്പാകെ എത്തിയാൽ ആ സന്തോഷത്തിനെ ആഗ്രഹിച്ച് കാണുന്നയാൾ ഗുരുമുമ്പാകെ എത്തിയാൽ വരുന്ന ആൾ പറയും, ഇന്ന വാർഷികത്തിന് പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇതുണ്ടായി. ഒരാൾ ഇങ്ങനെ പോകുന്നത് ഏതാളാണെന്ന് അറിയില്ല. വരുന്നയാൾ പറയും, എനിക്ക് ഈ വാർഷികത്തിന് ഈ ആളും ഇത് അറിയുന്നില്ല. ഈ ആളും ഇതറിയുന്നില്ല. പരസ്പരം അറിയാതെ ഈ പരമാനന്ദം പകർത്താൻ കഴിയുന്ന അവസ്ഥയാണ് ശുഭാനന്ദ ഗുരു ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പരിശുദ്ധ ജീവിതം പരമാനന്ദം പരിമളം പോലാർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ പരമാനന്ദം പരിമളം പോലെ പകരുമാറാകട്ടെ. സർവ്വതും ആനന്ദമായി നടക്കുമാറാകട്ടെ. സർവശക്തി നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. മഹാഗോപുരത്തിന്റെ പൂർത്തീകരണം നിങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പല സഭക്കാരും വന്നപ്പോൾ അതുകൂടി പ്രദക്ഷിണം ചെയ്താണ് വന്നത്. അത് പൂർത്തീകരിച്ചിട്ടില്ല, ഉദ്ഘാടനം ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അത് കാണുവാനുള്ള ആർത്തി കൊണ്ട് അതുകൂടി പ്രദക്ഷിണം ചെയ്തു വന്നു പല സഭക്കാരും. അപ്പോ എത്രത്തോളം ആർത്തി ഓരോ ഹൃദയങ്ങളിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമാകാവുന്നതേ ഉള്ളൂ. അങ്ങനെ എന്റെ സന്താനങ്ങൾ ഇന്ന് പലരും കൊണ്ടുവന്ന് ഗോപുരത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് വളരെ സാധുക്കളായ സന്താനങ്ങളൊക്കെ കൊണ്ടുവന്ന് ധനം തന്നപ്പോ നമ്മുടെ ആത്മദീപം എന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കണ്ടോ ഇതൊക്കെ വെറും ഭാവങ്ങളാണ്, അവർ കൊണ്ടുവന്ന് ഇതൊക്കെ തരുന്ന കണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം വളരെയേറെ പരിഹാസങ്ങളും നിന്ദങ്ങളും ഒക്കെ ഏറ്റുകൊണ്ടാണ് ആത്മദീപം നിലകൊള്ളുന്നത്. അവിടെ ഒരു കുളിരുണ്ടാവാൻ, ഒരു തണുപ്പുണ്ടാവാൻ ഈ കാഴ്ചകളൊക്കെ വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഓർമ്മിക്കുന്നത്. അപ്പോ കണ്ണു നിറഞ്ഞുപോയി. കാരണം സാധുക്കളാണ് വളരെ അത്യാർത്തിയോടുകൂടി ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നത്. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം ചെയ്ത് പൂർത്തീകരിക്കുന്ന ഇതൊന്ന് കാണുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ്. അവരെന്നെ മനുഷ്യനായിട്ടല്ല കാണുന്നത്, അവരെ ഒരു സ്വാമിയായിട്ടല്ല കാണുന്നത്. അവർക്ക് ഞാൻ ഏത് വേഷത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും എന്റെ ദൈവമാണെന്നുള്ള ഓർമ്മയോടുകൂടിയാണ് അവരെന്നെ ആശ്രയിക്കുന്നത്. എന്റെ ഗുരുനാഥൻ ദൈവമാണ്. ഈ കർമ്മ പദ്ധതി, ഈ മഹാനിശ്ചയം അത് പൂർത്തീകരിച്ച് ആത്മലോകത്തിനായി ദാനം ചെയ്യുവാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുകയാണ്. എത്രയും വേഗം അത് അനുഭവമാകുമാറാകട്ടെ. അതിനായി നിലനിർത്തിയിരിക്കുന്ന മഹാതപസ്വിനിയും യോഗിനിയുമായ ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി എന്നാളും കാണുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആത്മദീപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയാണ് എന്ന് പൂർണ്ണബോധ്യമുള്ളവരും സമ്മതമുള്ളവരും ഒന്ന് കൈ ഉയർത്തി കണ്ടാട്ടോ, കൈ അടിച്ചു കേട്ടാട്ടോ. സർവശക്തി നിങ്ങളുടെ തീരുമാനവും പ്രാർത്ഥനയും സ്വീകരിക്കുമാറാകട്ടെ. അതിലേക്കായി നിയോഗിച്ചിരിക്കുന്ന രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും മഹാതൃക്കരങ്ങൾ കരുതുമാറാകട്ടെ.
കരുതുമാറാകട്ടെ. ഇനിയും നാളെയും മറ്റന്നാളും അതിന് പിറ്റേ ദിവസവുമായി നടക്കുന്ന തീർത്ഥാടനത്തിൽ നാളെയും മറ്റന്നാളും അതിന് പിറ്റേ ദിവസവുമായി നടക്കുന്ന മഹാതീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാനിരിക്കുന്നവരെയും ആ കർമ്മങ്ങളെയും അവരുടെ യാത്രകളെയും എല്ലാം മഹാശക്തി കരുതട്ടെ. ഉന്നതമായി അത്യനുഗ്രഹമായെല്ലാം നടത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെയും മടക്കയാത്രയിലും ദൈവശക്തി കൂട്ടായിരിക്കട്ടെ. ഇനിയും വന്ന് കാണുന്നതുവരെയും ഈ ആനന്ദം നഷ്ടമാകാതെ പരമപരിശുദ്ധമായി ജീവിതം ചെയ്യുവാൻ ആ ശക്തി നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. ഞാൻ നിങ്ങളോടുകൂടി സർവ്വതാ ഉണ്ട്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കാൻ നിങ്ങളോടുകൂടി ഉണ്ട്. നിങ്ങൾ എന്നെ മറന്ന് ചിന്തിക്കാതിരുന്നാൽ മതി, മറന്ന് പറയാതിരുന്നാൽ മതി, മറന്ന് പ്രവർത്തിക്കാതിരുന്നാൽ മതി. കൂടെയുണ്ട്, കൂടെയുണ്ട്, സർവ്വതാ കൂടെയുണ്ട് എന്നും അത് നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ. അതിനായി മഹാശക്തി വാഴുമാറാകട്ടെ. ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ, ശരണം ശരണം ഭഗവാനേ. തിരുവടി പാദമടിയനു ശരണം, ശരണം ശരണം ഭഗവാനേ. തിരുവടി പാദമടിയനു ശരണം, ശരണം ശരണം ഭഗവാനേ. പ്രഭുവായ സർവലോകനാഥൻ വന്നു.